ഞങ്ങളും നായർ സർവീസ് സൊസൈറ്റിയായിട്ട് തർക്കത്തിൻ്റെ ഒരു പ്രശ്നമേയില്ല. നിലപാട് മാറ്റിയതാണ്, നിലപാട് മാറിയിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെയാണ്. ഇവർ പറഞ്ഞ് കറക്റ്റാണെങ്കിൽ ഈ അഫിഡവിറ്റും ഗവൺമെൻറ് ഇവിടെ പമ്പയിൽ നടത്തിയ അവരുടെ അധികൃതർ നടത്തിയിട്ടുള്ള പ്രസംഗവും തമ്മിൽ എന്താ ബന്ധം? തമദൂരമൊക്കെ തന്നെ പറയുമ്പോഴും NSSൻ്റെ മനസ്സ് അത് കോൺഗ്രസിനൊപ്പമായിരുന്നു, UDFിനൊപ്പമായിരുന്നു. പക്ഷേ ആ ചായ്വ് അത് ഇടത്തോട്ട് ചായുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ എന്തായാലും പുറത്തു വരുന്നത്. അത് സംബന്ധിച്ച വാർത്തകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. എനിക്കിപ്പം കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA കൂടി ചേരുന്നുണ്ട്. അങ്ങനെ മനസ്സ് ചായുമോ അങ്ങോട്ട്? ഞാനതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യന് മറുപടി ഞാൻ പറയേണ്ടത് ഞാൻ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നില്ല. പക്ഷേ ഞാനിതിൻ്റെ മെറിറ്റിൻ്റെ അടുത്ത് എനിക്ക് എൻ്റേതായ ചില നിഗമനങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, സ്റ്റേറ്റ് ഗവൺമെൻറ് നേരത്തെ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് ഉണ്ട് 2007. ആ 2007 അഫിഡവിറ്റിനെ തുടർന്നാണ് ഇത്രയും ഇഷ്യൂസ് എല്ലാം നമ്മുടെ ഈ കേരളത്തിലുണ്ടായത്. വിശ്വാസ ലംഘനം നടത്തുന്നു എന്നുള്ള പരാതി ഉണ്ടാകാനുള്ള കാരണവും ഈ 2007 കൊടുത്ത അഫിഡവിറ്റാണ്. അതിനുശേഷം 2016 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇരിക്കുന്ന കാലത്ത് ആ അഫിഡവിറ്റ് തിരുത്തി നമ്മൾ കൊടുത്തു. കാരണം നമ്മൾ ഒരു നിശ്ചിത പ്രായത്തിലുള്ള ആളുകൾ, സ്ത്രീകൾ, അവർക്ക് പ്രവേശനം അംഗീകരിക്കാൻ പറ്റില്ല, അത് ആചാരവിരുദ്ധമാണ് എന്നൊരു നിലപാടെടുത്തു. അതിനെ ചോദ്യം ചെയ്യത്തക്ക വിധത്തിലുള്ള നടപടികളാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടേയിരുന്നത്. അങ്ങനെയാണ് കനകദുർഗയും അതോടൊപ്പം തന്നെ ബിന്ദു അമ്മിണിയും അതിൻ്റെ മേൽ ദർശനം നടത്തിയത്. ദർശനം നടത്തിയെന്ന് മാത്രമല്ല, അത് പരസ്യമായിട്ട് പ്രഖ്യാപനം ഗവൺമെൻറ് സ്പോക്സ് പേഴ്സൺ അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് വലിയ പിടിച്ചെടുക്കലാണ് എന്നൊരു മട്ടിലാണ് അന്ന് അവതരിപ്പിച്ചത്. അത് ജനങ്ങളുടെ ഹൃദയത്തിലുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. പക്ഷേ ആ വിഷയത്തിൽ പോലും കോൺഗ്രസ് കള്ളക്കളി കളിച്ചു എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. അല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതാണ്, വിധിയാണ്. ആ വിധി പകർപ്പ് വെച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആ വിധിക്കകത്ത് കേരള ഗവൺമെൻറ്റിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതിൻ്റെ അഡ്വക്കേറ്റ് അദ്ദേഹത്തിൻ്റെ ജയ്ദീപ് ഗുപ്തയാണ് അന്ന് സ്റ്റേറ്റിന് വേണ്ടി ഹാജരായ വക്കീൽ, സീനിയർ ലോയറാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഇത് ആ കൊടുത്തിരിക്കുന്ന 2016 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. 2007 ഒറിജിനൽ അഫിഡവിറ്റ് ഉണ്ട്. അത് പറഞ്ഞാൽ പ്രായം ഒരു പ്രശ്നമേ അല്ല, പ്രായ നിബന്ധനകളിൽ പ്രശ്നമേ അല്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും എല്ലാ പ്രായത്തിൽപ്പെട്ട ആളുകൾക്കും ദർശനം നടത്താം എന്നുള്ള സ്റ്റാൻഡിൽ നിൽക്കുന്നു എന്നാണ്. അതാണ് ഇതിനകത്ത് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുള്ളത്. ജയ്ദീപ് ഗുപ്തയാണ് അന്ന് കോടതിയിൽ ഇത് അഫിഡവിറ്റ് സമർപ്പിച്ചത്. അതിൻ്റെ കോപ്പിയാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, ഈ വാദവിവാദങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കട്ടെ, അത് വാദിച്ച് ജയിക്കുകയോ തർക്കിച്ച് മുന്നോട്ട് പോകുക എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. എനിക്കതിനകത്തൊന്നും അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഒരു ചർച്ച അങ്ങനെ അല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളിലെ ഇഷ്യൂസിലുള്ള രണ്ട് നിലപാടാണ് നമ്മുടെ ചോദ്യം. ആ ഇഷ്യൂസ് നമ്പർ 1, ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് അവിടെ 2016 ഉമ്മൻചാണ്ടി തിരുത്തി കൊടുത്തതും, എന്നാൽ 2017 ഞങ്ങൾക്കൊരു കാരണവശാലും ഞങ്ങൾ മാറ്റില്ല, അത് പഴയ അഫിഡവിറ്റ് വെച്ച് തന്നെ പോകണം, പ്രായവ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ യുവതി പ്രവേശനം അനുവദിക്കാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ള അവരുടെ സ്റ്റാൻഡാണ് ഈ പറയുന്നത്. അത് ഏറ്റവും അവസാനമായിട്ട് കോടതിയിൽ കിടക്കുന്ന ഡോക്യുമെൻറ്റും ഇതാണ്. ഈ ഡോക്യുമെൻറ്റിനകത്ത് നിന്ന് എൻ്റെ ക്വസ്റ്റ്യൻ ലീഗലാണ്. ഈ ഡോക്യുമെൻറ്റിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി മറുപടി പറഞ്ഞാൽ മതി. ഈ ഡോക്യുമെൻ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടല്ലോ, അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? യുവതീ പ്രവേശന കാര്യത്തിൽ അവർ അമ്മിണിയും ബിന്ദുവിനെയും അതോടൊപ്പം തന്നെ കനകദുർഗയും സന്നിധാനത്തിൽ കയറ്റി അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിൽ വീണിട്ടുള്ള വേദനയും ദുഃഖവും ഇടിമിന്നലും ഉണ്ട്. ഈ 4 വോട്ടിന് വേണ്ടി LDF പുരോഗമനത്തിൽ നിന്ന് പുറകോട്ട് പോകണം. അതല്ല, ഞാൻ പൊളിറ്റിക്സ് അല്ല പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനകത്ത് പൊളിറ്റിക്സ് അല്ല പറയുന്നത്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയോ അവരുടെ ഖ്യാതി കുറയ്ക്കുന്നതിന് വേണ്ടിയോ ശ്രമിക്കുകയല്ല. ഞാൻ ചില റിയാലിറ്റി പറയുകയാണ്. ആ റിയാലിറ്റിയിൽ ഈ ഗവൺമെൻറ് അഫിഡവിറ്റ് തിരുത്തി കൊടുക്കണ്ടേ? ഈ ഇരിക്കുന്ന എൻ്റെ കയ്യിലുള്ള ഈ അഫിഡവിറ്റ് തിരുത്തി കൊടുക്കുന്നതിന് തയ്യാറാകണ്ടേ? ഇത് തിരുത്തി കൊടുക്കാത്തിടത്തോളം കാലം എപ്പോൾ വേണമെങ്കിലും യുവതി പ്രവേശനമാകും. പോലീസ് പ്രൊട്ടക്ഷനിലാണ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത്. എനിക്കറിയാം, ഈ 2 ആളുകളെ പാലായിലൊരു സ്ഥലത്താണ് ഒരു രഹസ്യ സങ്കേതത്തിൽ താമസിപ്പിച്ച് അവിടെ നിന്നാണ് പോലീസിൻ്റെ പ്രൊട്ടക്ഷനോടുകൂടി അവർ നേരെ സന്നിധാനത്തിലെത്തിയത്.
അപ്പോൾ പോലീസിൻ്റെ സംവിധാനത്തോടു കൂടി അങ്ങനെ എത്തുന്നു എന്നുള്ളത് ആർക്കാ വിഷമമുണ്ടാക്കാത്തത്? വളരെ പ്രയാസമല്ലേ? അത് ഗവൺമെൻറ് ഇനി മേൽ ചെയ്യുമോ, അല്ലെങ്കിൽ ആ ചെയ്തതിന് എന്താ പരിഹാരം? ഈ അഫിഡവിറ്റ് വിഡ്രോ ചെയ്യുമോ? ഈ അഫിഡവിറ്റാണ് സത്യം പറഞ്ഞാൽ ഹൈക്കോടതിയുടെ മുമ്പിൽ കേരള ഗവൺമെൻറ്റിൻ്റെതായി നിൽക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം, ഇന്നിപ്പോൾ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി സമരം ചെയ്ത ആളുകളുണ്ട്. ആ സമരം ചെയ്തിട്ടുള്ള ആളുകൾക്കെതിരെ ധാരാളം കേസുകളുണ്ട്. അവിടെ ആയിരക്കണക്കിന് ആളുകൾ ഈ കേസുകളിൽ പ്രതികളായി നിൽക്കുകയാണ്. ഇത്രയും വർഷം കഴിഞ്ഞല്ലോ. ഈ സംഭവം കഴിഞ്ഞിട്ട് എത്രയോ വർഷമായി. ഈ ഗവൺമെൻറ് വന്നിട്ട് 9 കൊല്ലവും കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ട് 9 കൊല്ലം കഴിഞ്ഞ് 10ാം കൊല്ലത്തിലോട്ട് എത്തുകയല്ലേ. ഈ കേസ് വിഡ്രോ ചെയ്യാത്തത് എന്താ? ഇനി എന്നാ അവർക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക? ഇത് വിഡ്രോ ചെയ്യാത്തത് എന്താ? അപ്പോൾ അവർ പറയുന്നു ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇല്ലാത്ത കേസുകൾ വിഡ്രോ ചെയ്യുമെന്ന്. ഗുരുതരമായ കുറ്റകൃത്യം ഗുരുതരമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അവിടെ FIR എഴുതിയിട്ടുള്ള പോലീസുകാരനല്ലേ? അവരല്ലേ തീരുമാനിക്കുന്നത് ഇത് ബെയിലബിളോ നോൺ ബെയിലബിളോ ഗുരുതരമായ കുറ്റകൃത്യമാണോ അല്ലയോ? ഇതൊക്കെ തീരുമാനിക്കുന്ന അവരല്ലേ? അപ്പോൾ അത് പോലീസിൻ്റെ ഇംഗിതത്തിന് വിടാതെ സാക്ഷാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന കേരളത്തിലെ ഒരു പൊതുസ്ഥിതി ഇവിടെ വിശ്വാസ സംരക്ഷണത്തിന് അനുകൂലമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ വിശ്വാസ സംരക്ഷണത്തിന് അനുകൂലമായ ഒരു പൊതുസ്ഥിതിക്ക് വിരുദ്ധമായി നിൽക്കുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞ ഈ കേസുകളാണ്. ഈ പാവങ്ങളെല്ലാം കോടതിയുടെ തിണ്ണയിൽ പോയി നിൽക്കേണ്ടി വരികയല്ലേ? അപ്പോൾ 2 കാര്യത്തിൽ ഗവൺമെൻറ് നടപടി എടുക്കണം, നിലപാട് വ്യക്തമാക്കണം. അതാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളും നായർ സർവീസ് സൊസൈറ്റിയായിട്ട് തർക്കത്തിൻ്റെ ഒരു പ്രശ്നമേയില്ല. തർക്കമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒരു തർക്കമില്ല. എന്തിനാ കോൺഗ്രസ് തർക്കിക്കാൻ പോകുന്നത്? എന്തിനാ? മാത്രമല്ല, കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഏത് കാലത്ത് അങ്ങനെ ഒരു തർക്കത്തിന് വേണ്ടി പോയിട്ടുള്ള തർക്കമേയില്ല. നമുക്ക് തർക്കമേയില്ല. തർക്കത്തിന് മനസ്സിൽ എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അത് ചർച്ചയിലൂടെ പരിഹരിക്കും. സ്വാഭാവികമായിട്ട് അത് രാഷ്ട്രീയ ചോദ്യമല്ലേ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പല്ലേ അത് പറയേണ്ടത്. അത് പാർട്ടി ലീഡർഷിപ്പ് പറയും. ഞാനതിൽ പറയുന്നില്ല. ഞാനിതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞതാണ്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ലീഗൽ ഡോക്യുമെൻറ്റ്സ് നമ്മളെ പഠിപ്പിക്കുന്ന ഈ കാര്യങ്ങളാണ്. ഇതിനകത്ത് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? പിന്നെ നിലപാട് മാറ്റിയതാണ്. നിലപാട് മാറിയിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെയാണ്. ഇവർ പറഞ്ഞ് കറക്റ്റാണെങ്കിൽ ഈ അഫിഡവിറ്റും ഗവൺമെൻറ് ഇവിടെ പമ്പയിൽ നടത്തിയ അവരുടെ അധികൃതർ നടത്തിയിട്ടുള്ള പ്രസംഗവും തമ്മിൽ എന്താ ബന്ധം? അപ്പോൾ ഈ അഫിഡവിറ്റ് മാറ്റണം എന്നുള്ളത് നമ്മൾ ഒരേ അഭിപ്രായത്തിലോട്ട് വരണം എന്നുള്ളതല്ലേ നമ്മൾ പറയുന്നുള്ളൂ. അത് ചെയ്യണം. വിശ്വാസ സംരക്ഷണത്തിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടിയും ഈ ഗവൺമെൻറ്റും കൂടി എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം അതിനുവേണ്ടി സമരം ചെയ്തിട്ടുള്ള ആളുകളാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വിശ്വാസികൾ. അത് ഹിന്ദുക്കൾ മാത്രമല്ല, വിവിധ മതങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ഈ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി അന്നത്തെ മൂവ്മെൻറ്റിനെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അത് ഓരോ സമൂഹത്തിനും ഓരോ സമുദായത്തിനും ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ആ വിശ്വാസ സംരക്ഷണം എന്ന് പറയുന്ന കോമൺ ബാനറാണ്. അതിനുവേണ്ടി കേരളത്തിലെ ബഹുജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുള്ളതാണ്. അതിൽ ഈ ഗവൺമെൻറ് എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഇനി അടിയന്തരമായി ഈ അഫിഡവിറ്റ് കൂടി മാറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ മാറ്റണം എന്നാവശ്യപ്പെടുകയാണ്.